ഹർഷനും സേതുലക്ഷ്മിയും അവിടെ നിന്നും ചേരുന്നുണ്ട്. ഹർഷൻ, ഞാൻ നേരത്തെ സേതുവിനോട് ചോദിക്കുകയായിരുന്നു എവിടെ പോയി നമ്മുടെ ക്യാപ്റ്റൻ ഹർഷൻ എന്ന് ചോദിക്കുകയായിരുന്നു. ആ ഓളത്തിൽ പെട്ട് എങ്ങോട്ടേലും മാറി മാറി പോയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. വെയിലത്ത് സേതുവിനെ ഒറ്റയ്ക്ക് നിർത്തി പോയോ എന്നറിയാനാണ് ചോദിച്ചത്. അപ്പോൾ എന്തായാലും വളരെ വേഗം ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയതിന് നന്ദി പറയുന്നു. എങ്ങനെയുണ്ട് ഓളം, ആവേശം എങ്ങനെയുണ്ട്? ഇത്രയും കാലമൊക്കെ പല ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. ഈ അനുഭവം എങ്ങനെയുണ്ട്? ലക്ഷ്മി, അങ്ങേയറ്റം ആവേശത്തിലാണ് പുന്നമടയുടെ തീരങ്ങൾ. ഇപ്പോ ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് വലിയ ശബ്ദത്തിൽ വലിയ ആഘോഷം നടക്കുകയായിരുന്നു. അപ്പോൾ ആ ആഘോഷം എന്താണെന്ന് അന്വേഷിക്കാൻ ഞാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബോംബെക്കാരായ കുറേ ചേട്ടന്മാരും പിന്നെ നമുക്ക് പരിചയക്കാരായ ഇപ്റ്റയുടെ ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടെ ചേർന്നിട്ട് വലിയ ആഘോഷം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാം പിടിച്ച് ഞാൻ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. ഇവരുടെ ഈ ആവേശം നമുക്ക് ന്യൂസ് മലയാളത്തിലൂടെ മൊത്തം ലോകം മുഴുവൻ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലേ? ഇവിടെ ഈ പാട്ടുകാർ മാത്രമല്ല, ഓണപ്പൊട്ടനെ സഹിതം നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇനി കണ്ടില്ല എന്ന് പറയരുത്. ഇനി കണ്ടില്ല എന്ന് പറയരുത്. ഒരാർപ്പട്ടെ. ലക്ഷ്മി, ഇവരെല്ലാം ബോംബെ നാട്ടുകാർ കൂടിയാണ്. ഈ ആവേശം ഉൾക്കൊണ്ട് ഈ ആവേശത്തിൽ വള്ളംകളിയുടെ സമയത്ത് കൃത്യമായി അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്റ്റയുടെ ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്. അങ്ങോട്ട് വരാം. ഇപ്റ്റയിലേക്ക് വരാം. ആദ്യം നിങ്ങൾ ഈ വള്ളംകളി കാണാൻ വേണ്ടി ബോംബെ അല്ല, ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ചുനക്കര പഞ്ചായത്തിലെ കരിമുളക്കൽ എന്ന് പറയുന്ന ചെറു ഗ്രാമത്തിലെ നിവാസികളാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത് എല്ലാ വർഷവും ഞങ്ങളുടെ സഹോദരനും കുടുംബ സുഹൃത്തുമായ ശ്രീ ബെന്നി ജോർജ് അവറുകളാണ്. ഹലോ, ഞാൻ ബെന്നി ജോർജ്, മുംബൈയിലെ സുപ്രീം അലൈറ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ്. എൻ്റെ സുഹൃത്തുക്കളാണ് ഈ നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യാണ്. ഞാൻ 8 വർഷമായിട്ട് ഇവിടെ വരുന്നു. 8 വർഷമായിട്ട് നിങ്ങൾ എല്ലാ നാട്ടുകാരെയും കൂട്ടുകാരെയും വിളിച്ച് ഇവിടെ ആഘോഷമാണ്. അതാണ് ലക്ഷ്മി, ഇതാണ് ഈ വള്ളംകളിയുടെ ആവേശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഹൗസ് ബോട്ടിൽ ഇവരെല്ലാവരും വന്ന് ഒത്തുചേർന്നിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ഫിനിഷിംഗ് പോയിന്റിൽ കിടന്ന് ഈ വള്ളംകളി കാണുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇപ്റ്റയുടെ ചേട്ടന്മാരും നമ്മുടെ കൂട്ടത്തില് ഈ കലാകാരന്മാർക്കൊപ്പം നീ സിനിമയിലേക്കുള്ളതല്ലേ, സിനിമ നടൻ അവിടെ നിൽക്കുകയാണല്ലേ. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലൂടെ ഒക്കെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ്. വള്ളംകളിയെ കുറിച്ച് പറ. വള്ളംകളി ഇപ്പൊ 2ാമത്തെ തവണ ഇവിടെ വരുന്നത്. വളരെ ആവേശം നിറഞ്ഞൊരു കലാരൂപമാണ്, കായിക രൂപം കൂടിയാണ്. നമുക്ക് ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പൊളിക്കാം. അതാണ് ഇപ്റ്റയുടെ ഇവരെ എനിക്ക് മുമ്പേ പരിചയമുള്ളതാണ് കേട്ടോ സേതു. ഇവരെല്ലാം എന്തുണ്ട് ആവേശം? എങ്ങനെയുണ്ട് ആവേശം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ ഒരു തനതായിട്ടുള്ള ഞങ്ങളുടെ കുട്ടനാടെന്ന് പറയുന്നത് തന്നെയാണ് ആലപ്പുഴയുടെ. ഓരോ ആലപ്പുഴക്കാരനെയും കരുത്ത് അത് വള്ളംകളിയാണ്, അതിന്റെ ആവേശമാണ്. അതാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ആ ആവേശത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. അവരുടെ ഒരു പെർഫോമൻസിലേക്ക് പോകാം. അധികം വെയിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അതാണ് ആ പാട്ടിലേക്കാണ് പോകുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ പാട്ടിലേക്ക് പോവാം. രംഗമ്മയ്ക്ക് വീട്ടിൽ പോണം, തത്തച്ചുണ്ടൻ വള്ളം വേണം. രംഗമ്മയ്ക്ക് വീട്ടിൽ പോണം, തത്തച്ചുണ്ടൻ വള്ളം വേണം. ആ വള്ളത്തെ 10 ആള് വേണം അക്കര കയറ്റിറക്കാൻ. കായലിലെ വള്ളംകളി അടുത്തല്ലോ. പുന്നമട കായലിലെ വള്ളംകളി അടുത്തല്ലോ. കപ്പ വേണം, മീനും വേണം, ചാരായം വേണം. കപ്പ വേണം, മീനും വേണം, ചാരായം വേണം.
വടക്കായലിലെ വള്ളംകളി അടുത്തല്ലോ. നമ്മക്കൊന്നു പോയിടണ്ടേ തങ്കമ്മ കൊച്ചേ, എടി നമ്മക്കൊന്നു പോയിടണ്ടേ തങ്കമ്മ കൊച്ചേ. ചമ്പക്കുളം കായലിലെ വള്ളംകളി അടുത്തല്ലോ. ചമ്പക്കുളം കായലിലെ വള്ളംകളി അടുത്തല്ലോ. നമ്മക്കൊന്നു പോയിടണ്ടേ തങ്കമ്മ കൊച്ചേ, എടി നമ്മക്കൊന്നു പോയിടണ്ടേ തങ്കമ്മ കൊച്ചേ. ആറന്മുള ഭഗവാന്റെ വള്ളംകളി അടുത്തല്ലോ. ആറന്മുള ഭഗവാന്റെ വള്ളംകളി അടുത്തല്ലോ. കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം, എടി കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. താങ്ക് യു. അപ്പോ ചെറുതല്ലാത്ത ആവേശം, ചെറുതല്ലാത്ത വലിയ ആവേശം അങ്ങനെ നിറച്ചുള്ള ഒരു പെർഫോമൻസിന് ശേഷമാണ് അവർ വിടവാങ്ങുന്നത്. ലക്ഷ്മി, എങ്ങനെയുണ്ട് ഈ കുട്ടനാടിന്റെ ഈ ഓളപ്പരപ്പിന്റെ ആവേശം? ഗംഭീരം ഗംഭീരം ഹർഷൻ. ഇവിടെ ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, അസൂയുണ്ടൊന്നും പറയല്ല കേട്ടോ. അവിടെ നിന്ന് ആ വെയിലത്തുനിന്ന് നിന്ന് വല്ലാതെ ഡാൻസ് കളിക്കേണ്ട, സൺടാനൊക്കെ അടിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് വാർത്തയൊക്കെ വായിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ഒട്ടും അസൂയ കൊണ്ട് പറയല്ല കേട്ടോ ഹർഷൻ. തീർച്ചയായും ഇവരെല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ആലപ്പുഴക്കാരുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നാണ് വള്ളംകളി. വള്ളംകളി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയമാണ്. ആലപ്പുഴക്കാർ മാത്രമല്ല, ഇപ്പൊ അങ്ങ് വരെയുള്ളവർ മത്സരിക്കുന്നത് തന്നെയുണ്ട്. എല്ലാവരും എല്ലാ വർഷവും സുപ്രീം അലൈഡ് അത് ഞങ്ങൾ എക്കാലവും ഞങ്ങൾ ഉണ്ടാവും. ആലപ്പുഴ വള്ളംകളി ഞങ്ങളുടെ കാലം വരെ ഉണ്ടാവും. ഞങ്ങളുടെ ഭാഗമാണത്. ഇന്ന് പുറകോട്ടിറങ്ങിയോ. ഇടിതടിയുടെ താളം ഇതിനോടകം പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ആ ഓളം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്ക്രീനിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഞങ്ങളുടെ സംഘാംഗങ്ങൾ ആ ഓളപ്പരപ്പിലെ ആവേശം ഓരോന്നായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ, അതിൻ്റെ ഓരോ നിമിഷത്തെയും അതിൻ്റെ വൈവിധ്യങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറായി ടീമായി നിൽക്കുകയാണ്. അതിനു മുന്നേ ഉള്ള ഒരു ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. ശരിക്കുള്ളത് വരാൻ പോകുന്നതേ ഉള്ളൂ. വലിയ ആവേശത്തിൽ തന്നെയാണ് സംഘാംഗങ്ങൾ ഉള്ളതവിടെ. ന്യൂസ് മലയാളം ടീം സർവ്വസജ്ജരായി ഈ നെഹ്റു ട്രോഫി വള്ളംകളി അതിൻ്റെ ഓരോ ചലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവിടെ.